ഒരു വശത്ത് BJP ഇതിനകത്ത് വിശ്വാസികളുടെ കുത്തക മുഴുവൻ അവകാശപ്പെടുകയാണ്. വിശ്വാസികൾ അതിൻ്റെയൊക്കെ മൊത്ത കച്ചവടാവകാശം ഞങ്ങൾക്കാണ് എന്ന് BJP കരുതുന്നു. അതേസമയം അപ്പുറത്ത് പുരോഗമന മൂല്യങ്ങളുടെയൊക്കെ കുത്തക ഞങ്ങൾക്കാണെന്ന് CPM കരുതുന്നു. അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കി BJP വേഴ്സസ് CPM എന്ന് പറഞ്ഞാൽ പുരോഗമനം, BJP എന്ന് പറഞ്ഞാൽ വിശ്വാസം. പക്ഷേ ഈ പോളറൈസേഷൻ അനുവദിക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ പുരോഗമന മൂവ്മെൻറ്റ്സിൻ്റെയും വൈക്കം സത്യാഗ്രഹമാകട്ടെ, ഗുരുവായൂർ സത്യാഗ്രഹമാകട്ടെ, ഇതിൻ്റെ ലെഗസി അവകാശപ്പെടാവുന്ന ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ഇത്തരം പരിഷ്കരണങ്ങളൊക്കെ ഉണ്ടായത് കോൺഗ്രസിലൂടെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വാസികളെ കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അതിനെ എതിർത്ത ആളുകളുണ്ട്. വൈക്കം ക്ഷേത്രത്തിലേക്ക് ആളുകൾ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആ പറഞ്ഞ് ഇണ്ടന്തുരുത്തി മനയിലെ അന്നത്തെ പുരോഹിതനുമായി നമ്പൂതിരിയുമായി അദ്ദേഹവുമായി പോലും സംവദിക്കാൻ ഗാന്ധിജി തയ്യാറാകുന്നുണ്ട്. സവർണജാഥ നടത്തുന്നുണ്ട്. ഇതിനെതിർ നിൽക്കുന്ന വിശ്വാസങ്ങളെ കൂടി അംഗീകരിച്ചുകൊണ്ട് അവരെ പരിവർത്തനപ്പെടുത്താനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സമരം നടക്കുമ്പോൾ അന്നത്തെ പൊന്നാനി താലൂക്കിലെ സവർണ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് പ്രചരണം നടത്തി റഫറണ്ടത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്.